ഹായ് ഹലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ രാവിലെ ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചിരുന്നു കുറച്ച് പയറൊക്കെ ഒന്ന് വെഴുക്ക് വരട്ടിയാലോ. അങ്ങനെ രാവിലെ നമ്മൾ പറമ്പിലോട്ടങ്ങ് ഇറങ്ങി കേട്ടോ. എന്തൊക്കെയുണ്ടോ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് പല ഭാഗത്തായിട്ടാണല്ലോ നമ്മുടെ പയറിനെ നമ്മൾ നട്ടു വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കിച്ചണോട് ചേർന്ന് നമ്മൾ ഫസ്റ്റിലെ നട്ട ആ ഒരു പയറാണേ. അത്യാവശ്യം ഇത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. പോയപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പൈപ്പിൻ്റെ ലൈൻ ആ ഭാഗത്തായിട്ട് കൊടുത്തിട്ട് ആ ഒരു സോപ്പ് വെള്ളം ഉൾപ്പെടെ നമ്മൾ ആ പയറിന് ഫുൾ ടൈം ഇങ്ങനെ നമ്മൾ കഴുകുന്നതനുസരിച്ച് വെള്ളം അതിന് കിട്ടിക്കൊണ്ടേ ഇരുന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പയർ കിട്ടുന്നുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് അത്രയും പയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് നമ്മുടെ ബ്രിഞ്ചാളാണ്. ബ്രിഞ്ചാൾ നമുക്കൊരു 3-4 മൂടുണ്ട്. അപ്പോൾ അതിനകത്തും ഒരു 4-5 വേണ്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് പാകമാവാത്തത് കൊണ്ട് ഞാനത് പിച്ചി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കോവലാണ്. കോവലിനകത്ത് ഇന്ന് ഒരുപാട് കായകളൊന്നും ഇല്ല, അതൊരു 3 വേണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഡെയിലി ഒരു 3-4 ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കോവയ്ക്കയും കൂടെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. കോവയ്ക്ക് അത്യാവശ്യത്തിന് പടർന്ന് കയറുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലാണ് കേട്ടോ നമ്മുടെ ബാക്കി പയറൊക്കെ നിൽക്കുന്നത്, അതായത് അടുക്കളയുടെ ഇപ്പുറത്തെ സൈഡിൽ. ഇതൊക്കെ പുതിയതായിട്ട് നമ്മൾ നട്ടതാണ്. പക്ഷേ എന്നാലും നല്ല രീതിയിൽ നമുക്ക് അതിനകത്തുനിന്ന് പയർ കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം അപ്പുറത്തെ സൈഡിൽ വരുന്ന വെള്ളം ഏകദേശം ഇങ്ങോട്ടും കൂടി അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഏത് സമയത്തും നല്ല വെള്ളത്തിൻ്റെ നനവുണ്ടായതുകൊണ്ടും നമുക്ക് കായ്ഫലം നല്ല രീതിയിൽ തന്നെ അവർക്ക് നിന്നും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3ാമത്തെ മൂടാണ്. അതിനകത്തുനിന്നും അത്യാവശ്യം കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഏകദേശം നല്ല 2 പിടിക്കും വേണ്ടിയിട്ട് നമുക്ക് പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഭാഗത്തെ പയറുകളെല്ലാം നമ്മൾ പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പയർ മുകളിലൊക്കെ നിൽക്കുന്നത് നമ്മൾ കാണുന്നതൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഇടയിലോട്ടൊക്കെ ഇഷ്ടംപോലെ കയറി നിൽപ്പോണ്ടേ, അതൊന്നും പെട്ടെന്ന് നമ്മുടെ കണ്ണിലുടക്കത്തില്ല കേട്ടോ. എന്നാലും നമ്മൾ എങ്ങനെയൊക്കെ ഒപ്പിച്ച് അതുങ്ങളൊക്കെ നമ്മൾ പറിച്ചെടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ ചതിച്ച നമ്മുടെ കുക്കുംബറാണ്. കുക്കുംബർ ചതിച്ച് നമുക്കത് വെള്ളരി ആയിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇപ്പോൾ ഏകദേശം ഒന്ന് ആ ഒരു പറിക്കാനും വേണ്ടിയിട്ടായി വരുന്നുണ്ടേ. നമ്മൾ 3 കവറിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് 2 അത്യാവശ്യം കുറച്ച് വലുതായിട്ടുണ്ട്. അതിനകത്ത് ഒരാൾ മാത്രം ചെറുതായിട്ടൊന്ന് മുരടിച്ച് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടന്ന് അത് വളരാതെ എന്തോ ഇങ്ങനെ കുരുടി പോയതാണ് കേട്ടോ. പക്ഷെ അത് അത്യാവശ്യം മഞ്ഞ കളറിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 നമുക്ക് പറിക്കാനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പിച്ചി ഇനി എടുക്കണം. അതിൻ്റെ കവറൊക്കെ നമ്മൾ വീണ്ടും ഒന്ന് സൂക്ഷിച്ച് വെക്കുകയാണ് കേട്ടോ. നമുക്ക് ഇനിയും വരുമ്പോഴും നമുക്ക് ഇതേപോലെ കെട്ടിയിടാമല്ലോ. അങ്ങനെ നമ്മൾ ആ വെള്ളരിക്കയെല്ലാം നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അവിയലിന് സാമ്പാറിനൊക്കെ ടേസ്റ്റായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. കാരണം മറ്റ് കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതല്ലേ, അപ്പോൾ അതിന് ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ 3 പറിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം നോക്കിക്കേ ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നേ. അതിനകത്ത് ആ ചെറുത് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ആയിപ്പോയത്. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ പച്ചമുളകായിരുന്നു നിന്നത് കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ വളരെ കുറച്ച് നമുക്ക് പറിക്കാനുണ്ടായിരുന്നു. ഒരുപാടൊന്നും ഇല്ലായിരുന്നു. ഏകദേശം ഒരു 10 വേണ്ടിയിട്ട് മറ്റും കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് ഏകദേശമൊക്കെ മുരടിച്ച് നിൽക്കുമായിരുന്നെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്കിനി അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അങ്ങനെ നമ്മൾ അതിനകത്തുനിന്ന് മുളകൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയി ഒളിച്ച് നിൽക്കുവാണ്. അങ്ങനെ കുറേ തപ്പിയെങ്കിലും മാത്രമേ ഇതുങ്ങൾ ഒളിച്ചിരിക്കുന്നത് കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഇലയും അതിൻ്റെ മുളകിൻ്റെ കളറും ഒക്കെ സെയിം ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കണ്ണിലുടക്കത്തില്ല. അപ്പോൾ അത് ഏകദേശം നമുക്ക് ഇത്രയും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പയർ പിന്നെ നമ്മുടെ ലാസ്റ്റ് നമ്മൾ നട്ടിരിക്കുന്നതാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നട്ട പയറാണ് അത്. അതിനകത്ത് നിന്ന് അത് നമ്മളത് പടർത്തി വിട്ടിട്ടില്ല. ഇനി നമ്മുടെ നാളത്തെ ജോലി എന്ന് പറയുന്നത് ഇതുങ്ങളെല്ലാം ഒന്ന് പടർത്തി വിടണമെന്നുള്ളതാണ്. എന്നാലും തറയിൽ കിടന്നിരുന്നെങ്കിൽ അതിനകത്ത് നിന്ന് അത്യാവശ്യം കുറച്ച് പറിച്ചെടുക്കാനും വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാവലായിരുന്നു കേട്ടോ. പാവലും നമ്മൾ കഴിഞ്ഞ ദിവസം കുത്തിയിട്ടിരുന്നതാണ്. അത് ചെറുതാണ് കേട്ടോ, ആ കിടക്കുന്നൊക്കെ ചെറുതാണ്. അതിനകത്തുനിന്ന് 1 കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ പടവലങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ പടവലങ്ങ ആദ്യമേ തന്നെ വിചാരിച്ചിരുന്നത് ബീൻസും പയറാണെന്നാണ്. അപ്പോൾ ഇതിന് മുകളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ നാരുകളൊക്കെ പിടിച്ചു വന്നപ്പോൾ ബീൻസ് ആണെന്ന് വിചാരിച്ചു. പക്ഷെ അല്ല കേട്ടോ, അത് പടവലങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ കായ്കൾ വന്ന് നിൽപ്പോൾ അതൊക്കെ നമ്മൾ പേപ്പർ കുത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് പാവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാവയ്ക്കയും കൂടെ നമ്മൾ പിച്ചി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ മുളവിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളൊരു പുതിയൊരു വളം ചേർത്ത് കൊടുക്കുക, മീൻസ് ഒരു സ്പ്രേ ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ ഒരു പൗഡറാണ് നമ്മൾ ഈ ഒരു കുപ്പിക്കകത്ത് 1/2 ലിറ്ററിൻ്റെ ഒരു കുപ്പിക്കകത്ത് നിറച്ചും വെള്ളം എടുക്കുക. ഈ ഒരു പൗഡർ ഇതിൻ്റെ പകുതി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുരടിച്ച് നിൽക്കുന്ന ഇലകൾക്കെല്ലാം അതീവ ശക്തിയോട് പൂർവാധിക ശക്തിയോട് കൂടി തന്നെ ജീവൻ വെച്ച് വന്നോളും കേട്ടോ.
അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കളറിന് തന്നെ ഏകദേശം ഒരു മാറ്റം വരും. വൈറ്റ് ഇത് ഒരു വൈറ്റ് ഒരു ക്രീമി ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ആക്റ്ററ എന്ന് പറയുന്ന ഒരു പൊടിയാണ് കേട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു സ്പ്രേയുടെ ഒരു കുപ്പിക്കകത്ത്, അതായത് ഒരു 1/2 ലിറ്ററിൻ്റെ ഒരു കുപ്പിക്കകത്ത് നമ്മൾ നിറച്ചും വെള്ളം എടുക്കുക. ഈ ആക്റ്ററ എന്ന് പറയുന്ന പൊടി നമ്മൾ അതിൻ്റെ പകുതി, ഒരു കവർ പൊടി ഉള്ളതിനകത്ത് പകുതി പൊടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് ഈ വെള്ളത്തിൻ്റെ കളർ ഒരുമാതിരി ക്രീമി കളറാവുമെന്ന് പറഞ്ഞല്ലോ, അതുപോലെ ആയി വരും. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഏത് ഇലയ്ക്കാണോ നമ്മൾ ഒരു മുരടിപ്പ് തോന്നുന്നത് ആ ഇലയ്ക്ക് നന്നായിട്ടൊന്ന് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇലകൾക്കെല്ലാം ആ ഒരു മുരടിപ്പ് മാറിയിട്ട് ഇത് നല്ല ശക്തിയായിട്ട് തന്നെ വളരും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്ത് കൊടുത്തത് നമ്മുടെ പച്ചമുളകിനായിരുന്നു കേട്ടോ. നമ്മുടെ പച്ചമുളകിൻ്റെ ഒരു തൈ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുരടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുത്തിരുന്നു. നമ്മൾ ഇന്നലെ ഒരു സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെടിക്കും കൃഷിക്കും ഒക്കെ. അത് ബൂസ്റ്ററാണ് കേട്ടോ. ഇപ്പോൾ പൂ വരുന്നതിനാണെങ്കിലും കായ്ഫലങ്ങൾ വരുന്നതിനാണെങ്കിലും ആ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തേക്കും. അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇന്നലെ ആ സ്പ്രേ യൂസ് ചെയ്തിരുന്നത്. ഈ ഒരു സ്പ്രേ എന്ന് പറഞ്ഞത് മുരടിച്ച് നിൽക്കുന്ന ഇലകൾക്കും അല്ലെങ്കിൽ നന്നായിട്ട് വളരാത്ത ചെടികൾക്കും ഇതേപോലെ കൃഷികൾക്കും ഒക്കെ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് അത് നല്ല രീതിയിൽ വളർന്നു വരും കേട്ടോ. അങ്ങനെ നമ്മൾ ആ മുളകിനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മുടെ അവിടെ നിന്ന് പാവയ്ക്കൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പാവയ്ക്കയിലും ഒക്കെ ഒരുമാതിരി പുഴുവൊക്കെ കയറിയിട്ട് അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ തിന്ന് മുരടിച്ചിരിക്കുമായിരുന്നേ. അപ്പോൾ അതിനൊക്കെ നമ്മളിങ്ങനെ നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്പ്രേ ചെയ്ത് ആ ഒരു പാവയ്ക്കയുടെ എല്ലാ സൈഡിലും നമ്മൾ എത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പാവയ്ക്കൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു സൈഡിൽ നിൽക്കുന്ന മുളക് കൊണ്ട് ആ മുളവിനായിരുന്നു ഒരു മുരടിപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന പയറിനായിരുന്നല്ലോ. അപ്പോൾ ആ പയറിനും എല്ലാം നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പുഴുവൊക്കെ കയറിയിട്ട് ഇതിൻ്റെയൊക്കെ ഇലകൾ പകുതി ഇങ്ങനെ തിന്ന് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഈ സ്പ്രേ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചോ, നമ്മളിത് ഷേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നല്ല രീതിയിൽ പതഞ്ഞ് കയറിക്കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം വീണ്ടും ഇങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ച് ഒന്ന് നമ്മളൊന്നും കൂടി ഇതിനെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ആ പത അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്തിരിക്കുമ്പോൾ ആ ഒരു പത കയറിയിട്ട് നമുക്കതിൻ്റെ ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ പ്രഷർ ചെയ്യാതിരിക്കുന്ന ഒരു രീതി ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നമുക്ക് പോച്ചകളൊക്കെ പിച്ചിക്കളയാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രണ്ടും സൈഡും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ നേരെ പറമ്പിലോട്ടാണ് കേട്ടോ. നമ്മൾ പിന്നെ എത്ര പിച്ചിക്കളഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത്തെ കാര്യം മഴ പെയ്യുന്നുണ്ട്, അതുമല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ ഒരു കൃഷിയോടൊപ്പം തന്നെ ഇവന്മാരും നല്ല രീതിയിൽ തന്നെ കിളിച്ച് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എത്ര പിച്ചിക്കളഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും കിളിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ വെറുതെ വിട്ടേക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ പോച്ചകളൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് വലിയ വെയിലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല, എന്നാലും വെയിലിന് മുമ്പേ തന്നെ നമ്മൾ കുറേയൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു സൈഡിലേക്ക് പോച്ച ഒരുവിധമൊക്കെ പിച്ച് നമ്മൾ കളഞ്ഞു. നമ്മൾ ആ പറിക്കുന്നതെല്ലാം നേരെ നമ്മൾ മാവിൻ്റെ ചോട്ടിലോട്ടാണ് കേട്ടോ ഇടുന്നത്. അതപ്പോൾ അവിടെ കിടന്നിട്ട് വെയിലൊക്കെ കൊണ്ടൊന്ന് ദ്രവിച്ച് അതൊരു വളമായിട്ട് തന്നെ അങ്ങോട്ട് നമുക്ക് ചേർന്ന് കിട്ടിക്കോളുവേ. അപ്പോൾ ആ ഒരു സൈഡിലെ പണയിലെല്ലാം നമ്മളിങ്ങനെ പിച്ചി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചൊക്കെ നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി നാളത്തേക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പം തന്നെ കുറേ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് നിങ്ങളിപ്പോൾ കുറച്ച് വീഡിയോയിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ. ഏകദേശം 1-2 മണിക്കൂറത്തെ കഷ്ടപ്പാടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം അതൊക്കെ ഒന്ന് ചെയ്തു. ആ പണയിലെല്ലാം നമ്മൾ പിച്ചി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തേക്കുള്ളൊരു പോച്ചോറിപ്പ് ഇത്രയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ കാന്താരി മുളക് നിൽപ്പുണ്ടായിരുന്നല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാന്താരി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും അതിനകത്ത് പൂക്കൾ വരുന്നതല്ലാതെ അതിനകത്ത് നിന്ന് നമുക്ക് കാന്താരി മുളകൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഈ സ്പ്രേയും കൂടെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിളിക്കുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ. ഞാൻ എന്തായാലും നിങ്ങളോട് റിസൾട്ട് പറയാവേ. അങ്ങനെ നമ്മൾ ആ ഒരു സാലമെല്ലാം നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ മുട്ടക്കുട്ടപ്പനാക്കി നമ്മൾ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ നമ്മൾ അതിൻ്റെ ശിഖരങ്ങളെല്ലാം വെട്ടിവിട്ടു, എന്നാലെങ്കിലും കിളിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ആ ഒരു ഭാഗത്തെല്ലാം നമ്മൾ പോച്ചയെല്ലാം പറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശമൊക്കെ അതിനങ്ങളെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു പിന്നെ കാന്താരിയും കൂടെ ഉണ്ടായിരുന്നു, അത് സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.